ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് പരക്കനാശം. ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിൽ. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ കളക്ടറുടെ കർശന നിർദ്ദേശം. രാത്രികാലങ്ങളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് കളക്ടർ. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. അഴീക്കോട്, മുനയ്ക്കൽ ബീച്ച്, അരിമ്പൂർ, വെളുത്തൂർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. മുനയ്ക്കലിൽ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നു വീണു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച റോഡ് ഗതാഗതയോഗ്യമാക്കാൻ മേയർക്ക് പുഷ്പഹാരവുമായി തൃശൂരിൽ കോർപ്പറേഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം. കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിനാണ് ദുർവിധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവിധ താലൂക്കുകളിലായി 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 3ഇടങ്ങളിൽ മിന്നൽ ചുഴലിയുണ്ടായി. പഴയന്നൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിന് മുന്നിൽ മരം വീണ് താഴികക്കുടം തകർന്നു. ചേലക്കോട് എളുത്തിപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും തേക്കുമരം വൈദ്യുതി ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപമുള്ള സർക്കാർ മൃഗാശുപത്രിയിലെ മരമാണ് കാറ്റിൽ വീണത്. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടമുറിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിലെ ഓടുകൾ തകർന്നു. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ രണ്ടാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. എറിയാട് കൊട്ടിക്കൽ ഓട്ടറാട്ട് 53 വയസ്സുള്ള പ്രദീപിന്റെ മൃതദേഹമാണ് പടിഞ്ഞാറെ വെമ്പല്ലൂർ കടപ്പുറത്ത് അടിഞ്ഞത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായിരുന്ന പാലയ്ക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കനത്ത മഴയിൽ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി. 30ഓളം വീടുകൾ വെള്ളത്തിൽ. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി. സാധാരണ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ബൈപ്പാസിന് സമീപത്തെ വീടുകളും വെള്ളത്തിലാണ്. കാളക്കോടത്ത് ആനന്ദന്റെ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പപ്പടം നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കിടക്കുവാണ്. ഈ പരിസരത്ത് 30ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടിട്ട് നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനും വരുന്നില്ല, ആരും നമ്മൾ പരാതി പറഞ്ഞും വരുന്നില്ല, മെമ്പറായിട്ടും വരുന്നില്ല, ആരായിട്ടും വരുന്നില്ല. ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. പ്രസവിച്ച് 35-20 ദിവസമായിട്ട് ഇത് ആളുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകേണ്ടത്? TCV ന്യൂസ്, കയ്പമംഗലം. കനത്ത മഴയിലും കാറ്റിലും മനക്കുടി പുള്ള റോഡിലെ മരം കടപുഴകി തോട്ടിലേക്ക് വീണു. വശം ഇടിഞ്ഞതോടെ റോഡ് തകർച്ചാ ഭീഷണിയിൽ. റോഡരികിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് വീണത്. ഇതുമൂലം കനാലിനോട് ചേർന്ന റോഡിന്റെ അരികുഭാഗം തകർന്ന് കനാലിലേക്ക് വീണു. മഴക്കാലത്ത് തോട്ടിൽ നിന്ന് റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകുന്ന സ്ഥലമാണിത്. മഴ ശക്തമാകുമ്പോൾ തോട്ടിൽ നിറയുന്ന വെള്ളം ശക്തിയായി ഇരച്ചു കയറി റോഡ് തള്ളിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇറിഗേഷൻ കനാലിലെ ജലനിരപ്പിന് താഴെയായാണ് റോഡെന്നതിനാൽ വേനൽ മഴയിൽ പോലും കനാലിൽ നിന്നും റോഡ് കവിഞ്ഞ് വെള്ളമെത്തി മറുവശത്തെ കോൾപ്പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കുന്ന പതിവുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പ്രശ്നപരിഹാരം തേടി കർഷകർ അധികൃതരെ നിരന്തരം സമീപിച്ചുവെങ്കിലും ഇതുവരെയും റോഡ് ഉയർത്തി പ്രശ്നപരിഹാരത്തിനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം കെ രാഗേഷ് പറഞ്ഞു. ഈ മനക്കുടി പുള്ളു റോഡ് ഈ കാലവർഷം വരുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടാണ് ഇതിലെ പോകുന്ന യാത്രക്കാർ. ഇപ്പോൾ 5 വർഷമായിട്ട് നിരന്തരം
ഈ ഇറിഗേഷൻ കനാലിൽ നിന്ന് PWD റോഡിലേക്ക് വെള്ളം കവർ ചെയ്ത് യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം 5 വർഷമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ കാലവർഷം വരുമ്പോൾ വീണ്ടും ഒരു ദുരിതത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. നമ്മുടെ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇറിഗേഷൻ കനാലിലേക്ക് വീണ മരം അടിയന്തരമായി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്കിന്റെ തടസ്സം മാറ്റണമെന്നും തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചുകയറി. മാളുട്ടിവളവ്, മൂസറോഡ്, വെളിച്ചെണ്ണപ്പടി, മുനിക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. മാളുട്ടിവളവ് കുറുപ്പത്ത് ബദറു, മൂസറോഡ് പുതുവീട്ടിൽ ബീരുമോൻ എന്നിവരുടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചുകയറി. വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽവെള്ളം വീടുകളിലേക്ക് അടിച്ചുകയറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ചു. ചാവക്കാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ട് കടൽക്ഷോഭത്തെ തുടർന്ന് മുങ്ങി. ബീച്ചിലെ താൽക്കാലിക കടകൾ, കാർണിവൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിലായി. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാനുണ്ടാക്കിയ ചാലിലൂടെയാണ് വെള്ളം ഇരച്ചുകയറിയത്. കടൽക്ഷോഭത്തെ തുടർന്ന് ചാവക്കാട് ബീച്ചിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകരെ അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ശക്തമായ കാറ്റിൽ പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാഴായി വട്ടേക്കാട്ടുപറമ്പിൽ രാജന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുട്ടികളടക്കം 10 പേർ വീടിനുള്ളിലുണ്ടായിരുന്നു. തെങ്ങ് വീഴുന്ന ശബ്ദം കേട്ടതോടെ വീടിനുള്ളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് പുളിഞ്ചോടിൽ മരം റോഡിലേക്കും വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കും മുറിഞ്ഞു വീണു. പുല്ലാനിക്കൽ തിലകയുടെ വീട്ടുപറമ്പിലെ മരമാണ് വീണത്. ഇവരുടെ വീട്ടുമതിലും തകർന്നു. KSEB അധികൃതർ സ്ഥലത്തെത്തി. ചിറ്റിശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി കമ്പികളിൽ മരം വീണ് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. തൃശൂർ കണിമംഗലത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു. തട്ടിൽ ജോയിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന ആർക്കും പരിക്കില്ല. സമീപത്തെ കാവിൽ നിന്നിരുന്ന വലിയ ആൽമരവും പനകളുമാണ് കൂട്ടത്തോടെ കടപുഴകി വീണത്. ഇതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണം തകരാറിലായി. ഫയർഫോഴ്സ് എത്തിയെങ്കിലും മരം മുറിച്ചു നീക്കുന്നത് ഏറെ ശ്രമകരമായി. ശക്തമായ മഴയിൽ തൃശൂർ ശക്തൻ നഗർ കണ്ണംകുളങ്ങര റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമായി. മനക്കൊടി ആശാരിമൂലയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. കയ്പമംഗലം വീട്ടിൽ കമല, മകൻ ഷിജു എന്നിവരാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഓട് തലയിൽ വീണ് ഷിജുവിന് നിസ്സാര പരിക്കേറ്റു. ഷിജുവിന്റെ അമ്മ കമല പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും അയൽവാസിയുടെ പറമ്പിലെ തെങ്ങാണ് ഇവരുടെ വീടിന് മുകളിൽ വീണത്. ഇവരെ താൽക്കാലികമായി ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റി. അരിമ്പൂർ പഞ്ചായത്ത് വാർഡംഗം K. രാഗേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ വീശിയ ശക്തമായ കാറ്റിൻ്റെ ഭാഗമായി തെങ്ങ് കടപുഴകി കയ്പമംഗലത്ത് വീട്ടിൽ കമല എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടിന് മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവിച്ചില്ല, വ്യക്തികൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഷിജു എന്ന് പറഞ്ഞ കമല ചേച്ചിയുടെ മകൻ്റെ തലയിലേക്ക് ഓട് വീണ് ചെറിയ പരിക്കുകളുണ്ട്. ഇനി ഉള്ള കാര്യം വെച്ചാൽ അവർക്ക് താമസയോഗ്യമല്ല വീട്, കാരണം പൂർണ്ണമായും ആ വീട് നശിച്ചു. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷ അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഡാം മാനേജ്മെന്റ് യോഗം ചേർന്നു. ജില്ലയിൽ ആകെയുള്ള 8 ഡാമുകളിൽ മേജർ ഇറിഗേഷന്റെ അധീനതയിലുള്ള പീച്ചി, വാഴാനി, ചിമ്മിനി ഡാമുകളും KSEBയുടെ പെരിങ്ങൽകുത്ത് ഡാമും കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രതീക്ഷിതമായ നിലയിൽ മഴ ലഭ്യമാകുന്നതിനാൽ മഴ മുന്നറിയിപ്പുകൾ വേഗത്തിൽ മാറുന്ന അവസ്ഥയുണ്ടെന്ന് യോഗം വിലയിരുത്തി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രപ്പോസ്ഡ് റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. വാഴാനി, ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് നിലവിൽ പ്രപ്പോസ്ഡ് റൂൾ കർവിനേക്കാൾ താഴെയാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പെരിങ്ങൽകുത്തിൽ നിന്നും ജലം ഒഴുകുമ്പോൾ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ്
ക്രമാതീതമായി ഉയരാനുള്ള സാഹചര്യവും സമീപ പ്രദേശങ്ങളെ വെള്ളക്കെട്ടിലാക്കാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ഡാമിലെ ജലനിരപ്പ് 419.4 നിലനിർത്തേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു. നിലവിൽ 414.6 മാത്രമാണ് ജലനിരപ്പ്. മഴയുടെ സ്ഥിതി പരിഗണിച്ചും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെയും മാത്രം കൂടുതൽ ജലം സംഭരിച്ചാൽ മതിയെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ ഡാമുകളിൽ നിന്നും അധിക ജലം പുറത്തേക്കൊഴുക്കുന്നതിന് അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചു. ഡാമുകളിൽ നിന്നും വെള്ളം ഒഴുക്കിവിടേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. തമിഴ്നാട് ഡാമുകളിൽ നിന്ന് ജലമൊഴുക്കുന്ന സാഹചര്യങ്ങൾ KSEB ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. TCV തൃശൂർ. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്, വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു, ചീനവല നശിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത്. ബീച്ചിൽ കച്ചവടം നടത്തുന്ന 10ലധികം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു. ഊർക്കോലിൽ സുരേഷിന്റെ ചായക്കട കാറ്റിൽ പൂർണ്ണമായും തകർന്നു. ബീച്ചിലുള്ള കടകളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ മുനക്കല് ചന്ദ്രൻ എന്ന ആളുടെ ചീനവല നാമവിശേഷമായി. ഇവിടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചു. മുനക്കൽ ബീച്ചിൽ അഴീക്കോട് സ്വദേശി മടത്തിപ്പറമ്പിൽ ചന്ദ്രന്റെ ചീനവല പാടെ തകർന്നു. സംഭവ സമയത്ത് പണിയെടുത്തിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ബീച്ചിലെ കച്ചവടം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്നവർ അപകടത്തെ തുടർന്ന് നിരാശരായ അവസ്ഥയിലാണ്. നാശനഷ്ടം സംഭവിച്ചവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ET ടൈസൺ MLA സംഭവസ്ഥലം സന്ദർശിച്ചു. TCV കൊടുങ്ങല്ലൂർ. അരിമ്പൂർ കോൾപ്പാട് ശേഖരത്തിൽ മിന്നൽ ചുഴലി, പമ്പ് ഹൌസ് തകർന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. ട്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു. 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്കാണ് നാശമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഇളകിത്തെറിച്ചു. മോട്ടോർ പുരയ്ക്ക് ചേർന്നുള്ള 3 തൂണുകൾ മിന്നൽ ചുഴലിയിൽപ്പെട്ട് നിലം പൊത്തി. മോട്ടോർ പുരയ്ക്കകത്തെ സബ്മേഴ്സിബിൾ പമ്പിന്റെ മുകളിലാണ് തൂണുകൾ പതിച്ചത്. വെളുത്തൂരിൽ ചുഴലിക്കാറ്റ്, പെട്രോളിംഗിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചെഗുവേര നഗർ വഴിയിലൂടെ പരിശോധനയ്ക്കിറങ്ങിയ അന്തിക്കാട് പോലീസിന്റെ വാഹനത്തിന് മുന്നിലേക്ക് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. വാഹനം പെട്ടെന്ന് നിർത്തിയതിനാൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കാതെ പോലീസുകാർ രക്ഷപ്പെട്ടു. മരം വീണാണ് വൈദ്യുതി പോസ്റ്റ് തകർന്നത്. SI കൊച്ചുമോൻ, ജേക്കബ്, അനൂപ് എന്നിവരടക്കം 3 പോലീസുകാരാണ് ജീപ്പിലുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ SI ജോസി ജോസും സംഘവും സ്ഥലത്തെത്തി. KSEB അധികൃതരെത്തി തടസ്സം മാറ്റിയാണ് പോലീസ് ജീപ്പ് മാറ്റിയത്. വെളുത്തൂർ മേഖലയിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. റവന്യൂ മന്ത്രി K രാജന് പൈലറ്റ് പോയി തകരാറിലായി വഴിയിൽ കിടന്ന വിവാദത്തിലായ ജീപ്പും ചുഴലിക്കാറ്റിൽപ്പെട്ടു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. TRD സംഘം എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച റോഡ് ഗതാഗതയോഗ്യമാക്കാൻ മേയർക്ക് പുഷ്പഹാരവുമായി തൃശൂരിൽ കോർപ്പറേഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം. കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിനാണ് ഈ ദുർവിധി. കുടിവെള്ള പൈപ്പിടാൻ റോഡ് കുഴിച്ച് കുളമാക്കിയിട്ട് 1.5 കൊല്ലമായി. എന്നിട്ടും പൈപ്പിടുന്ന പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. പൈപ്പിടൽ പൂർത്തീകരിച്ചാൽ മാത്രമേ റോഡ് റീടാർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കാലവർഷം കൂടി എത്തിയതോടെ പ്രവൃത്തികൾ ഇനി എന്ന് പൂർത്തീകരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾ ചോദിക്കുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ നിലവിൽ ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ വാഹന ഗതാഗതം പോയിട്ട് കാൽനട യാത്ര പോലും അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ കൗൺസിലർ ജോൺ ഡാനിയേലും റെസിഡൻസ് അസോസിയേഷനും പുഷ്പഹാരവുമായി സമരവുമായി രംഗത്തെത്തിയത്. കുടിവെള്ള പൈപ്പ് ഇടുന്ന ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ്, മാനുഷിക പരിഗണന മാത്രം നൽകിക്കൊണ്ടാണ് അന്ന് ആ പ്രവൃത്തി ഞങ്ങൾ തടയാതിരുന്നത്. പക്ഷെ ഇന്ന് അത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഉപദ്രവമായി മാറിയിരിക്കുകയാണ്. വലിയ ദുരിതമാണ് അവിടുത്തെ അനുഭവിക്കുന്നത്. നേരത്തെ നിരവധി തവണ കൌൺസിലിനകത്തും പുറത്തും രേഖാമൂലവും ഈ റോഡിന്റെ സ്ഥിതി മേയറോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ മേയർ അത് പരിഹരിക്കാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഈ വിഷയത്തിൽ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മേയർ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ റോഡ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. മേയർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് കുറ്റകരമായ അനാസ്ഥയാണ്. അടിയന്തരമായി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന നടപടി മേയറും കോർപ്പറേഷനും ഉദ്യോഗസ്ഥനും ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ള ഈ പൈപ്പിടൽ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരനും ഉടനടി ചെയ്തില്ലെങ്കിൽ സമരത്തിന്റെ ശൈലിയും രൂപവും ഒക്കെ മാറ്റി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് സമരത്തിനിറങ്ങേണ്ടി വരും. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ നേരത്തെ മേയറെ ജോൺ ഡാനിയേൽ വെല്ലുവിളിച്ചിരുന്നു. അങ്ങനെ യാത്ര ചെയ്താൽ മേയറെ പുഷ്പഹാരമണിയിച്ച് സ്വീകരിക്കുമെന്നായിരുന്നു വെല്ലുവിളി. പക്ഷേ ഇതൊന്നും കണ്ടപാപം നടിക്കാത്ത മേയർക്കുള്ള പുഷ്പഹാരം താറുമാറായി ചേറുപുതഞ്ഞു കിടക്കുന്ന റോഡിൽ നാട്ടുകാർ സമർപ്പിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഡേവിസ് പോൾ, സെക്രട്ടറി ജോസ് എരിഞ്ഞേരി, വൈസ് പ്രസിഡന്റ് ടി.കെ. ഷീല, ട്രഷറർ കെ.എ. കുമാരൻ തുടങ്ങി നിരവധി കുട്ടികളും സമരത്തിൽ പങ്കെടുത്തു. ഇനിയെങ്കിലും ശോചനീയാവസ്ഥ പരിഹരിച്ച റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗസറ്റ് വിജ്ഞാപനം തിങ്കളാഴ്ച ഇറങ്ങും. ജൂൺ 2-നാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-നാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ പറഞ്ഞു. പാർട്ടി കോർ കമ്മിറ്റിയും NDA യോഗവും ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. വികസനം തന്നെയാണ് ഇവിടെയും BJP മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ ജനം നടത്തും. ഈ ഇലക്ഷന്റെ ഒരു കാരണം എന്ന് പറയുന്നത് LDFന്റെ ഒരു MLA LDFിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ രാജിവെച്ചത്. 6 മാസം മാത്രമല്ലേ ഉള്ളൂ ഈ ബൈ ഇലക്ഷൻ്റെ ടേം. അപ്പോൾ ഇതെല്ലാം വിചാരിച്ച് നമ്മൾ തീരുമാനിക്കും. ഇന്നൊരു BJPന്റെ കോറിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് NDAന്റെ ഒരു മീറ്റിംഗ് നടക്കും, അത് കഴിഞ്ഞ് തീരുമാനം. മൊത്തം കേരളയിൽ വികസനത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാലോ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇവിടെ ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM എന്ത് ചെയ്തു. അതിന് മുന്ന് കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം. ദേശീയപാത തകർന്ന വിഷയത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. വിഷയത്തിൽ വീഴ്ച പറ്റിയത് ആർക്കാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എൻക്വയറി കമ്മിറ്റി ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? അത് ക്വാളിറ്റി ആണോ, കോൺട്രാക്ട് ചെയ്ത തെറ്റാണോ, അത് സർവേയിൽ മാറ്റം കൊണ്ടുവന്ന കാരണമാണോ? ഇതെല്ലാം എൻക്വയറി കമ്മിറ്റി നോക്കട്ടെ. NHAI ഈ നാട്ടിലും എത്രയോ ലക്ഷം കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്. അത് ഗ്ലോബൽ ക്വാളിറ്റിയിൽ ചെയ്ത പണിയും കാര്യങ്ങളും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ നടന്നു അവർ അത് ഒരു എൻക്വയറി നടക്കും, അത് തീരുമാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് BJP ദേശീയ നിർവാഹക സമിതി അംഗം KV ശ്രീധരൻ മാസ്റ്ററുടെ ചെമ്പൂക്കാവിലെ വസതിയിലിരുന്ന് കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ.
തൃക്കൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാനിൽ ഉണ്ടായിരുന്നയാളെ അഗ്നിരക്ഷാ സേനയെത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തൃക്കൂർ സ്വദേശി കവലക്കാട്ട് ജെറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സാര പരിക്കേറ്റ 2 പേരെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ ഭാഗത്തുനിന്നും മരത്താക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വരാക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മരത്താക്കര ഭാഗത്തുനിന്ന് തൃക്കൂരിലേക്ക് വരികയായിരുന്ന ഒമ്നി വാനുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ കണിമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. SN സ്കൂൾ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുറുക്കഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ വളർച്ചയുടെ ഘട്ടത്തിലെത്തിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, A. സായിനാഥൻ, ശൈലജ സുധൻ, AM ഷഫീർ, വാർഡ് കൌൺസിലർ സിന്ധു ഉണ്ണി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P. സജീവ് കുമാർ, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെൽനസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. പഴയന്നൂരിൽ ഇരുമ്പ് തോട്ടിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് മരിച്ചത്. വീട്ടിലെ കുഴൽക്കിണറിലെ മോട്ടോറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോടശ്ശേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മികച്ച വാഴ കർഷകനുള്ള അവാർഡ് നേടിയ വാഴപ്പിള്ളി ജോസ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്തെ വാഴകൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. 10 ദിവസം മുൻപും ഇവിടെ കാട്ടാനയെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. 500ഓളം ആറ്റുനേന്ത്ര വാഴകളാണ് നശിപ്പിച്ചത്. സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ തോട്ടത്തിൽ കടന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുകളും നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കാട്ടാനാശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ജോസ് പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നേരത്തെ നടത്തിയിരുന്നു. സാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന CG ശാന്തകുമാറിന്റെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PS ജൂന അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KK കസീമ അധ്യക്ഷത വഹിച്ചു. ന്യൂജൻ കാലത്തെ പാരന്റിംഗ് എന്ന വിഷയത്തിൽ കേരള സർവകലാശാല ബയോ ഇൻഫോർമാറ്റിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ S. അച്യുത് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. പരിഷത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TV രാജു, ജോയിന്റ് സെക്രട്ടറി IK മണി എന്നിവർ സംസാരിച്ചു. നാട്ടുകാരും വീട്ടുകാരുമായി എന്നും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന അവരിലൊരുവനായ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഇനി ആർച്ച് ബിഷപ്പ്. ഇടവകയുടെ അൾത്താര ബാലനായിരുന്ന വർഗീസ് ചക്കാലയ്ക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി. മാള, പള്ളിപ്പുറം, ചക്കാലയ്ക്കൽ കുടുംബാംഗമായ വർഗീസ് ചക്കാലയ്ക്കൽ ഞായറാഴ്ചയാണ് ചുമതലയേറ്റത്. അതിരൂപതയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൽ മാളയിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുത്തത്. കുടുംബക്കാർക്കൊപ്പം സുഹൃത്തുക്കളും നാട്ടുകാരും കോഴിക്കോടെത്തി. പാടത്തെ നടവരമ്പിലൂടെ കൈപിടിച്ച് മഴക്കാലത്ത് ഒരുമിച്ച് വാഴയില ചൂടിപ്പോയതും ചെളി നിറഞ്ഞ് വഴുക്കലുള്ള നടവരമ്പിലൂടെ പോകുമ്പോൾ കൈപിടിക്കുന്നതും ഓർക്കുകയാണ് മൂത്ത സഹോദരൻ തോമസ് ചക്കാലയ്ക്കൽ. സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ പാടത്ത് കൂടെ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടും പരസ്പരം കൈ പിടിച്ചാണ് പോണത്. ചെളിയൊക്കെ ഉള്ളതിന് അധികം നീന്തി പോകണം, എപ്പോഴും വെള്ളക്കെട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോയിരുന്നായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൊടയൊന്നുമില്ല, മറ്റേ ക്യാമ്പിലൊക്കെ ചൂടിയാണ് പോയിരുന്നത്. അതിനുശേഷം ഒന്നും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓലക്കൊട, അത് പിന്നെ ഇവിടുന്ന് മാളിപ്പുറത്ത് പോകണ വരെയും ഞങ്ങൾ ഓലക്കൊടയിലേക്കാണ് പോയിരുന്നത്. എല്ലാവർക്കും ഒരേ കൊടയുണ്ട്. അത് കഴിഞ്ഞിട്ട് മാളയ്ക്ക് വരുന്നത് 5 കഴിഞ്ഞപ്പോഴുള്ള മാളയ്ക്ക് വരും. 7ാം വയസ്സിലാണ് വർഗീസ് ചക്കാലയ്ക്കൽ അൾത്താര ബാലനായി മാറിയത്. അതിനുശേഷം സ്കൂളിൽ പോകുമ്പോൾ വരെ വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇടവകയായ മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയിലെ അന്നത്തെ വികാരി ഫാദർ ബനവഞ്ചൂർ നടുവത്തേഴത്താണ് അൾത്താര ബാലനായി നിയോഗിച്ചതും സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതും. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന്റെ മാതാപിതാക്കൾ തികഞ്ഞ ദൈവിക വിശ്വാസികളായിരുന്നു. എല്ലാ ദിവസവും അവർ പള്ളിയിൽ പോയിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിനു ശേഷം
വർഗീസ് ചിക്കാലിക്കലും അവർക്കൊപ്പം പള്ളിയിൽ പോയിരുന്നു. അൾത്താരബാലനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എന്നും രാവിലെ ദിവ്യബലിക്ക് പോകുമായിരുന്നു. ദൈവികത തിരിച്ചറിഞ്ഞാണ് അന്നത്തെ വികാരി ഫാദർ ബനവഞ്ചൂർ നടുവത്തേഴത്ത് സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും കുടുംബം പ്രോത്സാഹിപ്പിച്ചുവെന്നും തോമസ് ചിക്കാലിക്കൽ പറഞ്ഞു. തങ്ങളുടെ കുഞ്ഞേട്ടൻ ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയത് കുടുംബത്തിന്റെ മാത്രമല്ല ജാതിമത ഭേദമന്യുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ടാണെന്ന് ഇളയ സഹോദരൻ ജോസഫ് ചിക്കാലിക്കൽ പങ്കുവച്ചു. TCV മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖത്ത് പാതാളത്തവള പ്രത്യക്ഷപ്പെട്ടു. 15-ാം ബ്ലോക്കിൽ JCB ഉപയോഗിച്ച് മണ്ണു മാന്തുന്നതിനിടെ കണ്ട പാതാളത്തവള പിന്നീട് മറ്റൊരിടത്തേക്ക് ചാടിപ്പോയി. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പാതാളത്തവള പുറത്തുവരുന്നത്. 364 ദിവസവും മണ്ണിനടിയിൽ ജീവിക്കുന്ന ഇവ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയിലായിരിക്കും പുറത്തെത്തുക. ഇണചേരലിന് ശേഷമുള്ള പ്രജനനത്തിനാണ് ഇവയുടെ പുറംലോകത്തേക്കുള്ള വരവ്. മുട്ടയിട്ട ശേഷം തവളകൾ അന്ന് തന്നെ മണ്ണിനടിയിലേക്ക് പോകും. ആയിരക്കണക്കിന് മുട്ടകൾ ഉണ്ടാകുമെങ്കിലും കാലാവസ്ഥയെ അതിജീവിക്കുന്നത് വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരിക്കും. തൃശൂരിൽ നടന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൌൺസിലിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന വിഷൻ കോൺക്ലേവ് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ജാദവ് പ്രതാപ് റാവു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PC സൂരജ്, ഡോക്ടർ സജീവ് കുമാർ, ഡോക്ടർ VJ സെബി, ഡോക്ടർ മനോജ് കല്ലൂർ, ഡോക്ടർ I ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജിജുരാജ്, ഡോക്ടർ KC അജിത് കുമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ വിഷയാവതരണം നടത്തി. അഖില കേരള വീരശൈവ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബസവ ജയന്തി ആഘോഷങ്ങളുടെ സമാപനം തൃശൂരിൽ നടന്നു. തെക്കേമഠം ഹാളിൽ നടന്ന സമാപന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് VR മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബസവേശ്വര ജയന്തി ആഘോഷ സമിതി മുഖ്യ സംയോജകൻ AK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സഭ ഏർപ്പെടുത്തിയ പ്രഥമ കിത്തൂർ റാണി ചെന്നമ്മ പുരസ്കാരം സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക ഭഗീരഥി ചന്ദ്രന് സമ്മാനിച്ചു. സഭാ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ മുല്ലക്കര, TB സുബോധ്, ശശി തുറവക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. വചനം പ്രഘോഷിക്കുക മാത്രമല്ല, വചനം ജീവിക്കുകയും ചെയ്യുന്നുവെന്നതിന് തെളിവാണ് ദൈവശബ്ദം പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞതെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട 10 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് വധൂവരന്മാർക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ടോണി നീലങ്കാവിൽ. ദൈവത്തിന്റെ വലിയ കൃപയാണ് ഓരോ വിവാഹമെന്നും സഹായം അർഹിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുന്നുവെന്നത് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ചൈതന്യമാണെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. തൃശൂർ പുത്തൻപള്ളി ബസിലിക്ക ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തൃശൂർ അതിരൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരിയും ബസിലിക്ക റെക്ടറുമായ ഫാദർ തോമസ് കാക്കശ്ശേരി, കരിസ്മാറ്റിക് നവീകരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ, ഫാദർ തോമസ് വാഴക്കാല, TST കോർഡിനേറ്റർ ഷാജു പുന്നൂക്കര, മീറ്റ് ജീസസ് പ്രയർ ടീം ഗ്രൂപ്പ് ലീഡർ ബേബി കളത്തിൽ, MA ബാബു, സിൽവസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 31 വർഷമായി തൃശൂർ ശക്തൻ നഗറിൽ നടത്തിവരുന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ നിന്ന് മിച്ചം ലഭിക്കുന്ന തുകയും മറ്റ് സഹായങ്ങളും പ്രയോജനപ്പെടുത്തി ഇതുവരെ ജാതിമത ഭേദമന്യേ 274 നിർധന യുവതികളെ വിവാഹജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ ദൈവശബ്ദം മീറ്റ് ജീസസ് പ്രയർ ടീമിന് സാധിച്ചിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വീതമാണ് ഓരോ യുവതികൾക്ക് നൽകിയത്. സ്വീകരണ ചടങ്ങിൽ വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും നൽകി. ദൈവശബ്ദം കമ്മിറ്റി അംഗങ്ങൾ,
വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾ, പ്രേക്ഷിതർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ തോട് വൃത്തിയാക്കാനെത്തി വെള്ളത്തിൽ മുങ്ങിയ മണ്ണുമാന്തി യന്ത്രം ഒരാഴ്ചയ്ക്ക് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. 2 ദിവസം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് യന്ത്രം കരയ്ക്കെത്തിക്കാനായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചൊവ്വല്ലൂർപ്പടി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായും മുങ്ങിയത്. ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി കരാറെടുത്ത സ്വകാര്യ വ്യക്തിയുടേതായിരുന്നു യന്ത്രം. വറ്റിവരണ്ട് കിടന്നിരുന്ന തോട് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് വൃത്തിയാക്കാൻ തുടങ്ങിയത്. വൈകിട്ട് 5 മണിയോടെ ജോലി അവസാനിപ്പിച്ച് യന്ത്രം തോട്ടിൽ തന്നെ നിർത്തി തൊഴിലാളികൾ മടങ്ങി. രാത്രി 8 മണിയോടെ തുടങ്ങിയ മഴയിൽ തോട് നിറഞ്ഞ യന്ത്രത്തിന്റെ മുകൾഭാഗം വരെ വെള്ളമെത്തി. വെള്ളം അല്പം കുറഞ്ഞതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ക്രെയിൻ ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. എന്നാൽ ക്രെയിൻ കേടുവന്നതിനെ തുടർന്ന് വൈകിട്ടോടെ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. വേറെ ക്രെയിൻ കൊണ്ടുവന്ന് ഞായറാഴ്ച വൈകിട്ടാണ് യന്ത്രം കരയ്ക്കെത്തിക്കാനായത്. കോൺഗ്രസ് തോളൂർ മണ്ഡലം 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുമ്പോൾ ഇമ്പം, അല്ലേ? നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോയി വാഗയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ കൊട്ടിലിക്കൽ, തോളൂർ മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കുത്തൂർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന വാർഡംഗങ്ങളെ ആദരിക്കൽ, നാഗ്പൂരിൽ നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ എറിൻ റോസിനെയും SSLC +2 പരീക്ഷകളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തിയാക്കിയ വാർഡിലെ തൊഴിലാളികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. SC/ST ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ SC/ST സംവരണ സംരക്ഷണ സംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക്കൻ സേനാ പ്രസിഡന്റും ഡോക്ടർ അംബേദ്കറുടെ ചെറുമകനുമായ ആനന്ദരാജ് യശ്വന്ത് അംബേദ്കർ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ VS മാവൂജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി, KPMS ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ, പ്രൊഫസർ PP സർവൻ, AN രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടിക വിഭാഗക്കാരുടെ ഐക്യം കാത്തു അനുമതിയോടുകൂടി സ്വാഗതം. പ്രക്ഷോഭ സമിതിയുടെ സംഗമത്തിന്റെ അധ്യക്ഷൻ നടത്തുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ DREUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. തൃശൂർ സ്റ്റേഷൻ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ദീപ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. KK അനീഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CV സുബീഷ്, സജിത് വേണുഗോപാൽ, നിക്സൺ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര പ്രവർത്തകൻ KW ജോസഫ് അനുസ്മരണം തൃശൂരിൽ നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ I ഷൺമുഖദാസ്, ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടകാചാര്യൻ CL ജോസ്, ചലച്ചിത്ര താരം TG രവി, ചെറിയാൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് പരക്കനാശം. ചന്ദ്രാപിന്നി, പപ്പടം നഗറിൽ
30ഓളം വീടുകൾ വെള്ളത്തിൽ. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷാവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ കളക്ടറുടെ കർശന നിർദ്ദേശം. രാത്രികാലങ്ങളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന് കളക്ടർ. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ചുഴലിക്കാറ്റ്. അഴീക്കോട്, മുനയ്ക്കൽ ബീച്ച്, അരിമ്പൂർ, വെളുത്തൂർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. മുനയ്ക്കലിൽ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നു വീണു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ മേയർക്ക് പുഷ്പഹാരവുമായി തൃശൂരിൽ കോർപ്പറേഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം. കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിനാണ് ദുർവിധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്. വോട്ടെണ്ണൽ ജൂൺ 23-ന്. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.